നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കെ സുരേന്ദ്രൻ നയിക്കുന്ന NDA കേരള പദയാത്രയ്ക്ക് കാസർഗോഡ് തുടക്കമായി. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഉദ്ഘാടനം ചെയ്തു. 27 യാത്ര പാലക്കാട്ട് സമാപിക്കും. ഗവർണറെ SFIക്കാർ ആക്രമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന് കെ സുരേന്ദ്രൻ. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് കേരളം തിരിച്ചടി കൊടുത്തു തുടങ്ങിയതായും കെ സുരേന്ദ്രൻ. ഗവർണറെ കായികമായി ആക്രമിച്ച് വരുതിയിൽ കൊണ്ടുവരാനാണ് ശ്രമമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കൊല്ലത്തെ സംഭവം പോലീസിന് മുൻകൂട്ടി അറിയാമായിരുന്നുവെന്നും മുരളീധരൻ. കുമ്പളയിൽ പോലീസ് പിന്തുടരുന്നതിനിടെ കാർ മറിഞ്ഞ വിദ്യാർത്ഥി മുഹമ്മദ് ഫർഹാസ് മരിച്ച സംഭവം. 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കോടതി നരഹത്യക്ക് കേസെടുത്തു. കാഞ്ഞങ്ങാടിന്റെ മണ്ണിൽ കാൽപന്ത് കളിയുടെ ആവേശം നിറച്ച് കേബിൾ TV ഓപ്പറേറ്റർമാരുടെ സൗഹൃദ മത്സരം. COA ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിരുന്നു മത്സരം. കാസർഗോഡ് ചൌക്കിയിലെ വിശ്വനാഥിന്റെ കുടുംബം ഇനി കേരള ബാങ്ക് നിർമ്മിച്ചു നൽകിയ സ്നേഹ വീട്ടിൽ അന്തിയുറങ്ങും. വീടിന്റെ താക്കോൽദാനവും കുടുംബസഹായ ഫണ്ട് കൈമാറ്റവും നടന്നു. വാർത്തകൾ വിശദമായി. കെ സുരേന്ദ്രൻ നയിക്കുന്ന NDA കേരള പദയാത്രയ്ക്ക് കാസർഗോഡ് തുടക്കമായി. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഉദ്ഘാടനം ചെയ്തു. 20 ലോക്സഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തി ഫെബ്രുവരി 27 പാലക്കാടാണ് യാത്രയുടെ സമാപനം. NDA സംസ്ഥാന ചെയർമാനും BJP സംസ്ഥാന അധ്യക്ഷനുമായ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയ്ക്ക് കാസർഗോഡ് നിന്നും തുടക്കമായി. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് യാത്ര. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് പ്രവർത്തകരെ സജ്ജമാക്കുക എന്ന ലക്ഷ്യമാണ് യാത്രയ്ക്കുള്ളത്. പദയാത്രയ്ക്കായി കാസർഗോട്ടെത്തിയ കെ സുരേന്ദ്രൻ രാവിലെ മധുർ ക്ഷേത്ര ദർശനം നടത്തി. തുടർന്ന് യാത്രയുടെ പ്രചരണാർത്ഥമുള്ള നെല്ലിക്കുന്ന് ബീച്ച് റോഡ് ജംഗ്ഷനിലെ ചുമരെഴുത്തിന്റെ ഉദ്ഘാടനവും കെ സുരേന്ദ്രൻ നിർവഹിച്ചു. കാസർഗോഡ് സംഘടിപ്പിച്ച മത സാമുദായിക സാംസ്കാരിക നേതാക്കളുടെ സ്നേഹസംഗമത്തിലും കെ സുരേന്ദ്രൻ പങ്കെടുത്തു. കാസർഗോഡ് താളിപ്പടുപ്പ് മൈതാനിയിലായിരുന്നു കേരള പദയാത്രയുടെ ഉദ്ഘാടനം. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് യാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. केरला में गवर्नर की सेफ्टी नहीं है. केरला के खुद गवर्नर जो हैं उनके लिए सिक्योरिटी ये सरकार नहीं दे पा रही है, इसलिए उनको केंद्र से उनकी सेफ्टी और सिक्योरिटी से पुलिस मंगवाना पड़ा. एक बात ध्यान में रखो, जो सरकार खुद के गवर्नर के लिए सेफ्टी नहीं दे सकते, वो सरकार आम आदमी पार्टी के लिए आपको और मुझे सिक्योरिटी प्रोवाइड नहीं कर सकती है. इस सरकार को फेक देना चाहिए, मैं तो डायरेक्टली कहता हूं. और इसीलिए हमारे पार्टी के प्रेसिडेंट सुरेंद्र जी जो पदयात्रा निकाल रहे हैं, सबसे ज्यादा करप्शन और स्टेट इन्वॉल्वमेंट कहां पे है, तो केरला स्टेट में है. मुझे लगता है जो योजनाएं केंद्र सरकार यहाँ के लोगों को देना चाहती है, लेकिन यहाँ की सरकार वो योजनाएं अपने गरीब लोगों को देना नहीं चाहती है, इसलिए ऑब्स्ट्रक्शन करके बैठी है यहाँ की खुद की गवर्नमेंट. ഈ കേരള പദയാത്ര ഗോവ മുഖ്യമന്ത്രി ശ്രീ പ്രമോദ് സാവന്ത് ജി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. NDAയുടെ ദേശീയ സംസ്ഥാന നേതാക്കൾ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു. മേൽപ്പറമ്പിലായിരുന്നു കേരള പദയാത്രയുടെ ആദ്യദിന സമാപനം. യാത്രയുടെ പര്യടനം ഞായറാഴ്ചയും തുടരും. 29 കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും. മുപ്പതിന് വയനാട്ടിലും 31 വടകരയിലും പദയാത്ര കടന്നുപോകും. 20 ലോക്സഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തി ഫെബ്രുവരി 27 പാലക്കാട്ട് യാത്ര സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഗവർണറെ SFIക്കാർ ആക്രമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. ഭരണഘടനാപരമായ ബാധ്യതകൾ മുഖ്യമന്ത്രി പാലിക്കണം. സർവകലാശാലകളുടെ നിയന്ത്രണം ഗവർണർക്കാണെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടും സർക്കാർ അംഗീകരിക്കുന്നില്ല. കേരളം ഗവർണർക്കൊപ്പമാണെന്നും കെ സുരേന്ദ്രൻ കാസർഗോഡ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
ഗവർണറെ ആക്രമിക്കാൻ ഗുണ്ടകളെ ഇറക്കി വിട്ട ആളാണ് മുഖ്യമന്ത്രി. അല്ലേ? മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് കണ്ണൂർ സർവകലാശാലയിൽ ഗവർണറെ കൈകാര്യം ചെയ്യാൻ ഗുണ്ടകൾ വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ആളെ തടഞ്ഞത്. അവരെ പിരിച്ചുവിടാൻ പോലീസ് ശ്രമിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. ഗവർണർ പദവി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പദവിയല്ല, രാജ്യത്തെ 3ാമത്തെ പരമോന്നത പദവിയാണ്. ആ ഗവർണറെ കരിങ്കൊടി കാണിക്കുക, ഗവർണറെ ആക്രമിക്കാൻ ആളെ വിടുക, ഗവർണറുടെ വാഹനത്തിലിടിക്കുക, എന്ത് കേസാണ് എടുത്തിരിക്കുന്നത്? കേരള മുഖ്യമന്ത്രി പറഞ്ഞയച്ച ആളുകളാണ് ഗവർണറെ വാഹനം ആക്രമിക്കാൻ തയ്യാറായത്, ഗവർണറെ കയ്യേറ്റം ചെയ്യാൻ തയ്യാറായത്. അപ്പോൾ ഒരാളെ മാൻ ഹാൻഡിൽ ചെയ്യാൻ വന്നിരിക്കുന്ന ഒരാളോട് ആർക്ക് ചിരിക്കാൻ കഴിയും? വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് കേരളം തിരിച്ചടി കൊടുത്തു തുടങ്ങിയതായും കെ സുരേന്ദ്രൻ പറഞ്ഞു. ഭൂരിപക്ഷ വിഭാഗങ്ങളെ ചവിട്ടിമെതിക്കുന്ന നിലപാട് ഇനി കേരളം അംഗീകരിക്കില്ലെന്ന ശക്തമായ താക്കീതാണ് പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ കണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളം ഒരു രാഷ്ട്രീയ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്, അതിനുള്ള മുന്നൊരുക്കമാണ് കേരള യാത്രയെന്നും സുരേന്ദ്രൻ പറഞ്ഞു. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായി സഹകരിക്കേണ്ടതില്ല, അയോധ്യയിൽ പോകാൻ ഞങ്ങളില്ല എന്നുള്ള നിലപാട് രണ്ട് മുന്നണികളും സ്വീകരിച്ചു. വളരെ ശക്തമായിട്ട് അതിനെ വിമർശിച്ചു. പ്രധാനമന്ത്രിയും BJPയും ആരാധനാലയങ്ങളെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുകയാണ് എന്ന് പരസ്യമായി LDFും UDFും പറഞ്ഞു. എന്നാൽ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളുടെ നിലപാടല്ല ശരി, മോദിയുടെയും BJPയുടെയും നിലപാടാണ് ശരി എന്നുള്ള വിലയിരുത്തലിലാണ് എത്തിയത്. മോദി ഗ്യാരണ്ടി കേരളവും ഏറ്റെടുക്കുകയാണെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി തന്നെ 3ാം തവണയും വരുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ കേരളവും മോദി ഭരണത്തിൽ പങ്കാളിയാവണമെന്നാണ് NDA ആഗ്രഹിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. മോദിയുടെ ഗ്യാരണ്ടി പിണറായി വിജയൻ്റെ ഗ്യാരണ്ടി പോലെയല്ല. മോദിയുടെ ഗ്യാരണ്ടി മോദി പറഞ്ഞതെല്ലാം എന്താണോ അത് ഉറപ്പുവരുത്തുകയാണ് ഓരോന്നും. അത് 370 വകുപ്പും പെടും, അയോധ്യയും പെടും. പക്ഷേ അടിസ്ഥാന പ്രശ്നങ്ങളും വരും. അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്നുള്ളത് ഉറപ്പുള്ള ഗ്യാരണ്ടിയാണ്, നടപ്പാവുന്ന ഗ്യാരണ്ടിയാണ്, പരീക്ഷിച്ച് വിജയിച്ച ഗ്യാരണ്ടിയാണ്. പിണറായി വിജയനെ പോലെ ബഡായി അല്ല. പിണറായി വിജയനും മകൾക്കും കുടുംബത്തിനും മാത്രം സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഗ്യാരണ്ടിയല്ല, ഈ രാജ്യത്തെ 140 കോടി ജനങ്ങൾക്കും സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഗ്യാരണ്ടിയാണ്. പൊതുമരാമത്ത് മന്ത്രി റിപ്പബ്ലിക് ഡേ പരേഡ് സ്വീകരിക്കുന്നത് കരാറുകാരൻ്റെ വണ്ടിയിലാണ്. ഈ മന്ത്രിയാണ് കേരളത്തിലെ എല്ലാ കരാറുകളും നടത്തുന്നത്. മുഖ്യമന്ത്രിക്കും മുകളിലുള്ള സൂപ്പർ മുഖ്യമന്ത്രിയാണ് മുഹമ്മദ് റിയാസ് എന്നും സുരേന്ദ്രൻ വിമർശിച്ചു. റിപ്പബ്ലിക് ദിന പരേഡിൽ കരാറുകാരൻ്റെ കാർ ഉപയോഗിക്കുന്നു, അതും അതേ വകുപ്പിലുള്ള കരാറുകാരൻ്റെ കാർ ഉപയോഗിക്കുന്നു, ജീപ്പ് ഉപയോഗിക്കുന്നു. എന്നിട്ട് ഇപ്പോൾ പറയാണ് പോലീസ് അറേഞ്ച് ചെയ്തതെന്നാണ്. ഞങ്ങൾ RC ഒക്കെ പരിശോധിച്ചു, പോലീസൊന്നും അറേഞ്ച് ചെയ്ത് കൊടുത്തല്ല. ഇതൊക്കെ മരുമകൻ മന്ത്രിയുടെ സ്വന്തക്കാരുടെ വാഹനങ്ങളാണ്. കേരളത്തിലെ CPMഉം മന്ത്രിസഭയും ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, മുഖ്യമന്ത്രി കഴിഞ്ഞാൽ എല്ലാ വകുപ്പിലും ഇടപെടുന്ന സൂപ്പർ മുഖ്യമന്ത്രിയാണ് മരുമകൻ. അദ്ദേഹത്തിന് കരാറുകാരുടെ ജീപ്പിലും പോവാം, അദ്ദേഹത്തിന് മാസപ്പടി വാങ്ങിയ കാര്യം മറച്ചു വെക്കാം. നമ്മുടെ നാടിൻ്റെ ഒരു ദയനീയമായ സ്ഥിതിയാണ് ഇത് കാണിക്കുന്നത്. BJP ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ, ബാലകൃഷ്ണ ഷെട്ടി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഗവർണറെ കായികമായി ആക്രമിച്ച് വരുതിയിൽ കൊണ്ടുവരാനാണ് ശ്രമമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. വിയോജിക്കുന്നവരെ കായികമായി ആക്രമിച്ചില്ലാതാക്കുന്ന ശൈലിയാണിതെന്നും പിണറായി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോഴും ഇത് തന്നെയാണ് ചെയ്തതെന്നും മുരളീധരൻ ആരോപിച്ചു. കൊല്ലത്തെ സംഭവം പോലീസിന് മുൻകൂട്ടി അറിയാമായിരുന്നുവെന്നും ഗവർണറെ ഗുണ്ടകളെ ഉപയോഗിച്ച് അപായപ്പെടുത്താൻ സാഹചര്യമൊരുക്കുകയായിരുന്നുവെന്നും മുരളീധരൻ കാസർഗോഡ് പറഞ്ഞു. വിയോജിക്കുന്നവരെ കായികമായി ആക്രമിച്ചില്ലാതാക്കുക എന്നുള്ള ശൈലിയുണ്ട്. അത് പിണറായി വിജയൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് നടത്തിയതാണ്, പിന്നീട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്തും നടത്തിയതാണ്. ആ ശൈലി സംസ്ഥാന ഭരണത്തിൻ്റെ തലവനായിട്ടുള്ള വ്യക്തി, സംസ്ഥാനത്തിൻ്റെ തലവനായിട്ടുള്ള വ്യക്തി ഗവർണർക്കെതിരായിട്ട് പ്രയോഗിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ശ്രമങ്ങളിലൂടെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നുള്ള ഗവർണറെ വരുതിക്ക് നിർത്താം എന്ന് മുഖ്യമന്ത്രി കരുതുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആരിഫ് മുഹമ്മദ് ഖാനെ ഇനിയും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് തീക്കളിയാണ് എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കണം. ഉത്തരവാദിത്തം
ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടു, ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി പരാജയപ്പെട്ടു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും ആളുകൾ റോഡിൽ തടിച്ചുകൂടി നിൽക്കുന്നത് മാധ്യമപ്രവർത്തകരെ അറിയിച്ചുകൊണ്ട് ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം സംസ്ഥാന ഇൻ്റലിജൻസിന് അറിയാമെന്നാണ്. സംസ്ഥാന ഇൻ്റലിജൻസിന് അറിയുമെങ്കിൽ സംസ്ഥാന ഇൻ്റലിജൻസ് മുൻകൂട്ടി ആളുകളെ മാറ്റണം, പോലീസ് മാറ്റണം. മാറ്റിയില്ലെങ്കിൽ ഗവർണറുടെ റൂട്ട് വഴിതിരിച്ചു വിടണം. ഇത് രണ്ടും ചെയ്യാതെ ഗവർണറെ ഈ ഗുണ്ടകളെ കൊണ്ട് നേരിടാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുക, ഗവർണറെ പറ്റിയാൽ അപായപ്പെടുത്താനടക്കം സാഹചര്യം ഒരുക്കുക. കേരളത്തിൽ ഗവർണർക്ക് റോഡിലിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് കുമ്മനം രാജശേഖരൻ. കേരളത്തിൽ നടക്കുന്നത് കടുത്ത ഭരണഘടനാ ലംഘനമാണെന്നും ജനാധിപത്യത്തെ കൊല ചെയ്യുകയാണെന്നും കുമ്മനം പറഞ്ഞു. ജീവൻ രക്ഷാ പ്രവർത്തകരില്ലാത്തതുകൊണ്ടാണ് ഗവർണർക്ക് റോഡിലിറങ്ങേണ്ടി വരുന്നതെന്ന് പരിഹസിച്ച കുമ്മനം രാജശേഖരൻ ഗവർണറുടെ യാത്രാ പരിപാടി ചോർന്നു പോകുന്നതായും കാസർഗോഡ് ആരോപിച്ചു. ഗവർണർ ഉന്നയിക്കുന്ന മൗലികങ്ങളായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്, അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളുണ്ട്, ആക്ഷേപങ്ങളുണ്ട്, ആവലാതികളുണ്ട്. അത് ഉത്തരം കൊടുക്കാതെ അതിന് പരിഹാരം ഉണ്ടാക്കാതെ സ്വന്തം അണികളെ ഇങ്ങനെ കെട്ടഴിച്ചു വിട്ട് എന്തും ചെയ്യാൻ അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് ശരിയാണോ? പോലീസ് എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നില്ല? അവർക്ക് ഗവർണർക്ക് നിർബാധം യാത്ര ചെയ്യാനുള്ള അവസരം എന്തുകൊണ്ട് ഒരുക്കുന്നില്ല? ഇതാണ് ചോദ്യം. ഇവിടെ ജനാധിപത്യത്തെ കൊല ചെയ്യുകയാണ്. ഒരു ഗവർണർ എന്ന് പറയുമ്പോൾ ഈ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഭരണത്തലവനാണ്. അദ്ദേഹത്തിന് പോലും കേരളത്തിൽ രക്ഷയില്ല എന്നൊരവസ്ഥ ഉണ്ടായാൽ അത് കേരളത്തിൻ്റെ ദുർഗതിയാണ്. അത് കേരളത്തിൻ്റെ ഇന്നത്തെ അതിദയനീയമായ പരിതാപകരമായിട്ടുള്ള ഇവിടുത്തെ ക്രമസമാധാന നിലയുടെ ഒരു നേർക്കാഴ്ചയാണ്. അത് നമുക്ക് ആവശ്യമുള്ളതാണോ അതോ അത് നമുക്ക് ആശാസ്യമാണോ? ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കണം. നമ്മൾ കണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ യാത്ര, നമ്മൾ കണ്ടതല്ലേ? ആ മുഖ്യമന്ത്രിയുടെ യാത്രയുടെ 5 അയലൊക്കത്ത് ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ പോലും നിന്നുകൊണ്ട് ഒരാൾക്ക് ചെറിയ ഒരു കുട പോലും നിവർത്തി പിടിക്കാൻ വയ്യാത്ത അവസ്ഥയുണ്ട്. എന്താ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ എന്താ ഇത്ര വലിയ വ്യത്യാസം? മുഖ്യമന്ത്രിക്കിടയ്ക്ക് ഒരു തരത്തിലും പ്രതിഷേധിക്കാൻ വയ്യ. 5 അയലൊക്കത്ത് പോലും ഒരു കുടയ നിവർത്തിപ്പിടിക്കാൻ, ഒരു കറുത്ത പേന പോലും ധരിച്ചുകൊണ്ട് നിൽക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ ഒരു അവസ്ഥ ഈ കേരളത്തിലുള്ളപ്പോൾ ഗവർണർക്കെതിരെ എന്തുവാണ്? ഇപ്പോൾ മുദ്രാവാക്യം വിളിക്കുന്നു, ബാനർ ഉയർത്തിപ്പിടിക്കുന്നു, തടസ്സപ്പെടുത്തുന്നു, എല്ലാം. ഇനി അദ്ദേഹത്തെ എന്താ ചെയ്യാൻ വയ്യ? അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലാണ്. കാസർഗോഡ് കുമ്പളയിൽ പോലീസ് പിന്തുടരുന്നതിനിടെ കാർ മറിഞ്ഞ് വിദ്യാർത്ഥി മുഹമ്മദ് ഫർഹാസ് മരിച്ച സംഭവം. 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കാസർഗോഡ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നരഹത്യയ്ക്ക് കേസെടുത്തു. കാസർഗോഡ് കുമ്പളയിൽ പോലീസ് പിന്തുടരുന്നതിനിടെ കാർ മറിഞ്ഞ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഫർഹാസ് മരിച്ച സംഭവത്തിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നരഹത്യയ്ക്ക് കേസ്. കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കണമെന്ന ഫർഹാസിൻ്റെ മാതാവ് സഫിയയുടെ പരാതിയിൽ കാസർഗോഡ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തത്. കുമ്പള എസ് ഐ ആയിരുന്ന SR രജിത്ത്, CPOമാരായ T ദീപു, P രഞ്ജിത്ത് എന്നിവർക്കെതിരെയാണ് IPC 304A പ്രകാരം നരഹത്യയ്ക്ക് കേസെടുത്തത്. ഇവർക്ക് കാസർഗോഡ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി സമൻസ് അയച്ചു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 25-നാണ് അങ്കടിമുഗർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥി ഫർഹാസും 4 സുഹൃത്തുക്കളും സഞ്ചരിച്ച കാർ പോലീസ് പിന്തുടരുന്നതിനിടെ അപകടത്തിൽപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ ഫർഹാസ് ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. സംഭവത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് നേരത്തെ അന്വേഷണം നടത്തിയിരുന്നു. കാറിലുണ്ടായിരുന്നത് വിദ്യാർത്ഥികളാണെന്ന് അറിഞ്ഞത് അപകടത്തിൽപ്പെട്ടതിന് ശേഷമാണെന്നാണ് അന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയത്. ഫർഹാസിൻ്റെ മരണത്തിൽ പോലീസിന് വീഴ്ചയില്ലെന്ന് കാണിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ടും നൽകിയിരുന്നു. എന്നാൽ അതിനെ നിരാകരിക്കുന്നതാണ് കോടതിയുടെ പുതിയ നടപടി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാടിന്റെ മണ്ണിൽ കാൽപന്ത് കളിയുടെ ആവേശം നിറച്ച് കേബിൾ TV ഓപ്പറേറ്റർമാരുടെ സൗഹൃദ മത്സരം. COA 14ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കൊവ്വൽപ്പള്ളിയിലെ ടർഫ് ഗ്രൗണ്ടിലായിരുന്നു ഫുട്ബോൾ മത്സരം. വാശിയേറിയ മത്സരത്തിൽ കാഞ്ഞങ്ങാട് ആഷിദ് കേബിൾ TV ടീം ചാമ്പ്യന്മാരായി. COA 14ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ പ്രചരണ പരിപാടികൾ പുരോഗമിച്ചു വരുന്നു. കാഞ്ഞങ്ങാടിന്റെ മണ്ണിൽ കാൽപന്തുകളിയുടെ ആവേശം നിറച്ചു നടന്ന കേബിൾ TV ഓപ്പറേറ്റർമാരുടെ സൗഹൃദ മത്സരം ഏറെ ശ്രദ്ധേയമായി. കൊവ്വൽപ്പള്ളി ടർഫ് ഗ്രൗണ്ടിലായിരുന്നു ഫുട്ബോൾ മത്സരം. 6 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. വീറും വാശിയും നിറഞ്ഞ മത്സരത്തിൽ കാഞ്ഞങ്ങാട് ആഷിദ് കേബിൾ TV ടീം ചാമ്പ്യന്മാരായി. നീലേശ്വരം NMCN ടീം 2ാം സ്ഥാനവും കരസ്ഥമാക്കി.
സൗഹൃദ ഫുട്ബോൾ മത്സരം ഹോസ്ദുർഗ് ഡിവൈഎസ്പി പി ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നാടിനെ ശരിയായ ദിശയിലേക്ക് നയിച്ചു കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങളാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നടത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാടിന്റെ മുക്കിലും മൂലയിലും ഒക്കെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. പോലീസുമായിട്ട് അവർക്ക് വളരെ നല്ല രീതിയിൽ യോജിച്ച് പ്രവർത്തിക്കാൻ പറ്റുമെന്നാണ് ഞാൻ ഇവിടെ വന്ന് ആലോചിച്ചത്. നമ്മൾക്ക് ഇപ്പോൾ പോലീസൊക്കെ ഈ നമ്മുടെ CCTV ക്യാമറകൾ എല്ലായിടത്തും വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് ശരിയായ രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതിനെ സഹായിക്കാൻ അവർ സന്നദ്ധരാണ് എന്ന് ഇവിടെ തന്നെ അവർ വാഗ്ദാനം തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയാലും നമ്മുടെ നാടിന്റെ ക്രിമിനൽ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് നല്ല രീതിയിൽ സഹകരിക്കാനും ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാനും ഓരോ CCTV ക്യാമറകൾക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിൽ നോക്കിയാൽ നാടിന്റെ എല്ലാ തരത്തിലും ഇപ്പോൾ തന്നെ കേരള വിഷനെ ഇത്രയധികം ജനപ്രീതിയിൽ വയ്ക്കാൻ കാരണം അവരുടെ ഭാരവാഹികൾ നടത്തുന്ന നാടിന്റെ അവരുടെ ഓരോ പ്രവർത്തനവും നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇനിയും ഇത്തരം നല്ല നല്ല പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന ഈ സംഘടനയ്ക്ക് കഴിയട്ടെ. ചടങ്ങിൽ COA ജില്ലാ സെക്രട്ടറി ഹരീഷ് P. നായർ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ M. ലോഹിതാക്ഷൻ, ജില്ലാ ട്രഷറർ K. പ്രദീപ് കുമാർ, CCN മാനേജിംഗ് ഡയറക്ടർ TV മോഹനൻ എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് മേഖലാ സെക്രട്ടറി ഗിരീഷ് കുമാർ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ മനോജ് കുമാർ PK നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പിലിക്കോട് മാണിയാട്ട് നടന്ന സംസ്ഥാന കബഡി ചാമ്പ്യൻഷിപ്പിൽ കാസർഗോഡ് ജില്ലാ ടീമും തിരുവനന്തപുരം ജില്ലാ ടീമും ജേതാക്കളായി. സംസ്ഥാന കബഡി ടെക്നിക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാണിയാട്ട് സെൻട്രലിൽ സംഘടിപ്പിച്ച കബഡി ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ കോഴിക്കോട് ജില്ലാ ടീമുകൾ 2ാം സ്ഥാനം നേടി. സംസ്ഥാന കബഡി ടെക്നിക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാണിയാട്ട് സെൻട്രലിൽ കബഡി ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. 14 ജില്ലകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട പുരുഷ വനിതാ ടീമുകൾ മത്സരത്തിൽ മാറ്റുരച്ചു. ചാമ്പ്യൻഷിപ്പിൽ കാസർഗോഡ് ജില്ലാ ടീമും തിരുവനന്തപുരം ജില്ലാ ടീമും ജേതാക്കളായി. പുരുഷ വനിതാ വിഭാഗങ്ങളിൽ കോഴിക്കോട് ജില്ലാ ടീമുകൾ 2ാം സ്ഥാനം നേടി. ഫെബ്രുവരി ആദ്യവാരം തെലങ്കാനയിൽ നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കേണ്ട ടീമിന്റെ തെരഞ്ഞെടുപ്പും ചാമ്പ്യൻഷിപ്പിൽ നടന്നു. ചാമ്പ്യൻഷിപ്പ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ M. രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. ദ്രോണാചാര്യ അവാർഡ് നേടിയ പിലിക്കോട് ഗ്രാമത്തിന്റെ അഭിമാനമായ E. ഭാസ്കരൻ, നാടൻ കലാ അക്കാദമി അവാർഡ് നേടിയ മാണിയാട്ടെ VP രാജൻ എന്നിവരെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു. സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ വിശിഷ്ടാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M. മനു, MV സുജാത, PK റഹീന, MV കോമൻ നമ്പ്യാർ, TV ബാലൻ, E. കുഞ്ഞിരാമൻ, ജഗദീഷ് കുമ്പള, മുരളി ആണൂർ, C. നാരായണൻ എന്നിവർ സംസാരിച്ചു. സമാപന സമ്മേളനത്തിൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം TV ബാലൻ, കബഡി സംസ്ഥാന ടെക്നിക്കൽ കമ്മിറ്റി കൺവീനർ അനിൽകുമാർ കൊല്ലം എന്നിവർ സമ്മാനദാനം നടത്തി. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സെപക് താക്രോ സംസ്ഥാന ജൂനിയർ ചാമ്പ്യൻഷിപ്പ് ചെറുവത്തൂർ കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ തുടങ്ങി. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ മത്സരങ്ങൾ M. രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് PK അയൂബ്, ജില്ലാ പ്രസിഡന്റ് VPU മുഹമ്മദ് എന്നിവർ പതാകകൾ ഉയർത്തിയതോടെയാണ് ചെറുവത്തൂർ കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ 18ാമത് സെപക് താക്രോ ചാമ്പ്യൻഷിപ്പിന് തുടക്കമായത്. M. രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. പോയ കാലങ്ങളിൽ വ്യത്യസ്തമായി കായിക മേഖലയെ പരിപോഷിപ്പിക്കാൻ ശക്തവും തീവ്രവുമായിട്ടുള്ള ഇടപെടലുകളാണ് സ്റ്റേറ്റ് ഗവൺമെന്റ്, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ, ഇതുപോലെയുള്ള വിവിധ ഗെയിമുമായി ബന്ധപ്പെട്ടുള്ള അസോസിയേഷനുകൾ, അതുപോലുള്ള സംഘടനാ സംവിധാനങ്ങൾ, സ്കൂൾ കോളേജ് ക്യാമ്പസുകൾ, എല്ലാ തലങ്ങളിലും. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഒരു ഏറ്റവും വലിയൊരു അന്താരാഷ്ട്ര നിലവാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പോർട്സ് സമ്മിറ്റ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ CB ഗിരീശൻ അധ്യക്ഷത വഹിച്ചു. സെപക് താക്രോ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി KV ബാബു, സംഘാടക സമിതി ചെയർമാൻ K. കൃഷ്ണൻ, K. രമണി, M. കുഞ്ഞിരാമൻ, രാജേന്ദ്രൻ പയ്യാരക്കത്ത്, V. വസന്ത, PP അശോകൻ, TM അബ്ദുൾ റഹ്മാൻ, VM മോഹനൻ, MKV രാജേഷ്, K. രഘുനാഥ്, M. ബാലകൃഷ്ണൻ, പ്രേം കൃഷ്ണ, K. രതീഷ് കുമാർ, P. രതീഷ് ബാബു എന്നിവർ സംസാരിച്ചു. 14 ജില്ലകളിൽ നിന്നുമായി 400-ൽ പരം കായിക താരങ്ങളും ഒഫീഷ്യൽസും ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. പകലും രാത്രിയുമായാണ് മത്സരങ്ങൾ നടന്നുവരുന്നത്. 28-ന് വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം AV സജിത്ത് വിജയികൾക്കുള്ള മെഡലുകളും ട്രോഫികളും സമ്മാനിക്കും. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ജില്ലാ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ റിപ്പബ്ലിക് ഇന്നലെ, ഇന്ന്, നാളെ എന്ന വിഷയത്തിൽ പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചു. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്.
ഇന്ത്യൻ റിപ്പബ്ലിക് ഇന്നലെ ഇന്ന് നാളെ എന്ന വിഷയത്തിൽ കാസർഗോഡ് ജില്ലാ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രഭാഷണ പരിപാടി ശ്രദ്ധേയമായി. പുലിക്കുന്ന് ജില്ലാ ലൈബ്രറി ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഡോക്ടർ ജിനേഷ് കുമാർ എരമം പ്രഭാഷണം നടത്തി. ഗാന്ധിജി ബ്രിട്ടീഷുകാരെ കുറിച്ച് പറഞ്ഞത് ബ്രിട്ടീഷുകാർക്ക് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്, പക്ഷേ അവർക്ക് നല്ല കാര്യം ഉണ്ടായിരുന്നു. അത് അവരൊരു നിയമവ്യവസ്ഥ കൊണ്ടുവന്നു, അവരൊരു നിയമപുസ്തകം കൊണ്ടുവന്നു. നിയമവാഴ്ച ഇല്ലാതിരുന്ന രാജാക്കന്മാരായ ആളുകൾ തോന്നിയതുപോലെ ഭരിച്ചിരുന്ന ഒരു നാട്ടിൽ ഒരു പുസ്തകം കൊണ്ടുവന്നു, നിയമം, ശിക്ഷാ നിയമം കൊണ്ടുവന്നു. എന്നിട്ട് ഒരാൾ തെറ്റിയാൽ എന്തൊക്കെ ചെയ്യണം ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അയാളെ അറസ്റ്റ് ചെയ്യുക, അയാളെ കോടതിയിൽ ഹാജരാക്കുക, അയാളെ വിചാരണ ചെയ്യുക, അയാൾക്ക് പറയാനുള്ളത് കേൾക്കുക, എന്നിട്ട് എന്താണോ കുറ്റം ചെയ്തത് അതനുസരിച്ച് അയാൾക്ക് ശിക്ഷ വിധിക്കുക. എന്തൊക്കെ ശിക്ഷ വിധിക്കണമെങ്കിൽ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. എട്ടക്കാട് കരുണാകരൻ, ഇ കെ ശശിധരൻ, പി ദാമോദരൻ, സി ശാന്തകുമാരി, രാഘവൻ വലിവീട് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ വിനോദ് കുമാർ പെരുമ്പള സ്വാഗതവും എം പത്മാക്ഷൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് തനിമ കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന പലസ്തീൻ ചലച്ചിത്രമേള സംഘടിപ്പിച്ചു. കാസർഗോഡ് ഡയലോഗ് സെന്ററിൽ സംഘടിപ്പിച്ച ചലച്ചിത്രമേള ആസ്വാദകർക്ക് വേറിട്ട ദൃശ്യാനുഭവമായി. കാസർഗോഡ് തനിമ കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഏകദിന പലസ്തീൻ ചലച്ചിത്രമേള ശ്രദ്ധേയമായി. കാസർഗോഡ് ഡയലോഗ് സെന്ററിലാണ് ചലച്ചിത്രമേള സംഘടിപ്പിച്ചത്. അധിനിവേശത്തിന്റെയും കുടിയൊഴിപ്പിക്കലിന്റെയും ജീവിതാനുഭവങ്ങൾ പറയുന്ന അമീൻ നെയ്ഫയുടെ 200 മീറ്റേഴ്സും ദാരിം സലീം സംവിധാനം ചെയ്ത ഫർഹിയും ഫെസ്റ്റിവലിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിച്ചു. പലസ്തീൻ ജീവിതത്തിന്റെ കാഠിന്യം വിവരിക്കുന്നവയാണെന്ന് വിലയിരുത്തപ്പെട്ട ഈ 2 സിനിമയും ചലച്ചിത്രമേള ആസ്വാദകർക്ക് വേറിട്ട ദൃശ്യാനുഭവമായി. ഫെസ്റ്റിവൽ ഡയറക്ടർ സുബിൻ ജോസ് സിനിമകളെപ്പറ്റി സംസാരിച്ചു. ദൈവത്തിന്റെ വെടിയനുസരിച്ച് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് പോകണം. ഈ കാനാനിലാണ് ആക്ച്വലി പാലസ്തീനിസ്റ്റ് ഈ ഒരു സർക്കിൾ. ഈ കാനാനിലത് താമസക്കാരാണ് കാനോന്യരാണ്, ട്രൈബൽ ആൾക്കാരാണ് താമസിക്കുന്നത്. ആദ്യത്തെ ഡിസ്പ്ലേസ്മെന്റ് അബ്രാഹത്തിന്റെ ഭാഗത്ത് തന്നെ സംഭവിക്കുന്നതാണ്. പിന്നെ അബ്രാഹത്തിന്റെ ഭാര്യ സാറായിൽ നിന്നൊരു വിഭാഗം, ഹാഗാറിൽ ഹാജിർ അല്ലെ, ഹാഗാറിൽ നിന്ന് മറ്റൊരു വിഭാഗം, ഇസ്മായിൽ, അറബ് വംശം, ക്രിസ്ത്യാനിറ്റിയുടെ ഫോർമേഷൻ, ഇസ്ലാമിന്റെ ഫോർമേഷൻ, അറബ് വംശം ഇസ്ലാമും തമ്മിലുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞാൽ തുടങ്ങാം. ഇത് നമ്മുടെ ഈ പാലസ്തീൻ വിഷയം ഞാൻ പല വേദിയിൽ ഇത് പറഞ്ഞു. മതപരമായ വിഷയമല്ല, ഇതൊരു മാനുഷിക വിഷയമാണ്. ക്യൂറേറ്റർ അബൂതായി ഫെസ്റ്റിവലിന് ആമുഖം പറഞ്ഞു. ഡോക്ടർ സത്താർ ചർച്ചയിൽ മോഡറേറ്ററായി. ചലച്ചിത്രമേളയുടെ കോർഡിനേഷൻ അഷ്റഫ് അലി ചേരങ്കൈ നിർവഹിച്ചു. തനിമ കലാസാഹിത്യവേദിയുടെ വാക്കുകൾ പൂക്കുന്ന കാലം എന്ന മാസാന്തര പരിപാടിയിലെ 9ാമത്തെ പരിപാടിയായാണ് ഏകദിന പലസ്തീൻ ചലച്ചിത്രമേള സംഘടിപ്പിച്ചത്. ഓരോ മാസത്തിലും വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്ന കാസർഗോഡ് തനിമ കലാസാഹിത്യവേദി കാസർഗോഡിന്റെ സിനിമാ സാംസ്കാരിക രംഗത്ത് മികച്ച അടയാളപ്പെടുത്തലുകളാണ് നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ചൌക്കിയിലെ വിശ്വനാഥിന്റെ കുടുംബം ഇനി കേരള ബാങ്ക് നിർമ്മിച്ചു നൽകിയ സ്നേഹ വീട്ടിൽ അന്തിയുറങ്ങും. വീടിന്റെ താക്കോൽദാനവും കുടുംബസഹായ ഫണ്ട് കൈമാറ്റവും സ്നേഹോഷ്മളമായ ചടങ്ങിൽ നടന്നു. കേരള ബാങ്ക് കുമ്പള ബ്രാഞ്ചിലെ കളക്ഷൻ ഏജന്റായി ജോലി ചെയ്യുന്നതിനിടെ മരിച്ച കുമ്പളയിലെ വിശ്വനാഥ് ഘട്ടിയുടെ കുടുംബത്തിന് ചൌക്കി കല്ലങ്കയിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനവും ധനസഹായവും കൈമാറി. കേരള ബാങ്കിന്റെ ജില്ലയിലെ മുഴുവൻ ജീവനക്കാരും അവരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക മാറ്റിവെച്ചാണ് സഹപ്രവർത്തകനായ വിശ്വനാഥിന്റെ കുടുംബത്തിന് 11 ലക്ഷത്തിലേറെ തുക ചിലവിൽ സ്നേഹവീടൊരുക്കിയത്. 5 ലക്ഷം രൂപയും ചടങ്ങിൽ കുടുംബത്തിന് കൈമാറി. രാവിലെ 9 മണിക്ക് ബാങ്കിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ലളിതമായ ചടങ്ങിൽ വീടിന്റെ താക്കോൽദാനം കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ നിർവഹിച്ചു. കേരള ബാങ്ക് ഡയറക്ടർ സാബു അബ്രഹാം അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ വത്സലകുമാരി, എക്സിക്യൂട്ടീവ് ഡയറക്ടർ KC സഹദേവൻ, ജനറൽ മാനേജർ അബ്ദുൽ മുജീബ്, ഡെപ്യൂട്ടി ജനറൽ മാനേജർ രഹന CV, പ്രകാശ് റാവു, കൺവീനർ രാജൻ T, ഉണ്ണികൃഷ്ണൻ P, KV ബാലഗോപാലൻ എന്നിവർ സംസാരിച്ചു. ധനരാജ്, ന്യൂസ് ബ്യൂറോ, ഉപ്പള. മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബിന്റെ സഹകരണത്തോടെ MS മൊഗ്രാൽ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക ചരിത്ര ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. മഞ്ചേശ്വരം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് K. അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു.
മൊഗ്രാൽ ഗ്രാമത്തിന്റെ ചരിത്രത്തിലെ നാൾവഴികൾ അടയാളപ്പെടുത്തിയ കൗതുകകരമായ ചോദ്യങ്ങളുമായി റിട്ടയർഡ് പഞ്ചായത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയായ ക്യൂസ് മാസ്റ്റർ നിസാർ പിർവാഡ് നാടിന്റെ ഭൂതകാലത്തിലേക്ക് കുട്ടികളെയും നാട്ടുകാരെയും കൂട്ടിക്കൊണ്ടുപോയി. 2 വിദ്യാർത്ഥികൾ വീതമുള്ള 8 ടീമുകൾ മത്സരത്തിലുണ്ടായിരുന്നു. ഓരോ ടീമിനും ഒരു മുതിർന്ന നാട്ടുകാരനെ സഹായത്തിന് നൽകിയായിരുന്നു മത്സരം. മഞ്ചേശ്വരം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ അബ്ദുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കേന്ദ്ര സർവകലാശാലയിൽ നിന്ന് മൊഗ്രാൽ മാപ്പിളപ്പാട്ട് പാരമ്പര്യത്തെക്കുറിച്ചുള്ള ഗവേഷണത്തിന് PhD ലഭിച്ച ഡോക്ടർ ഫാത്തിമത്ത് റംഷീലയെ ഡോക്ടർ സയ്യിദ മൊഗ്രാൽ ആദരിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് സിദ്ദീഖ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. SMC ചെയർമാൻ സയ്യിദ് ഹാദി തങ്ങൾ, ലൈബ്രറി പ്രസിഡന്റ് സിദ്ദീഖ് അലി മൊഗ്രാൽ, പ്രോഗ്രാം കൺവീനർ മാഹിൻ മാസ്റ്റർ, ഹെഡ് മാസ്റ്റർ അബ്ദുൾ ബഷീർ, സ്കൂൾ ഓഫ് മാപ്പിള ആർട്സ് മൊഗ്രാൽ ചാപ്റ്റർ പ്രസിഡന്റ് ബഷീർ അഹമ്മദ് സിദ്ദീഖ്, സോഷ്യൽ സയൻസ് ക്ലബ് കോർഡിനേറ്റർ രാജേഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മലറത്തുൽ ബദ്രിയ വാർഷികവും മദനിയ മജ്ലിസും 29-ന് കാസർഗോഡ് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 3ാം വാർഷിക സമ്മേളനമാണ് വരുന്ന 29-ന്, ഈ മാസം 29 മറ്റന്നാൾ തിങ്കളാഴ്ച കന്യപ്പാടിയിൽ വെച്ച് നടക്കുന്നത്. വലിയൊരു ഗ്രാൻഡ് പ്രോഗ്രാമാണ്. കൃത്യം 4:30-ന് പതാക ഉയർത്തുകയാണ്. സ്വാഗതസംഘ രക്ഷാധികാരി ഇദ്ദീൻ കുഞ്ഞി അവർകളാണ് പതാക ഉയർത്തുന്നത്. തുടർന്ന് മഹദറത്തുൽ ബദരി ആത്മീയ മജ്ലിസാണ്. അഭിമന്യരായ മുഹിമ്മാത്ത് സാരഥി സയ്യിദന ഹാമിദുൽ അഹിദുൽ സഖാഫി തങ്ങളുസ്താദാണ് മഹദറത്തുൽ ബദരിയ മജ്ലിസിന് നേതൃത്വം നൽകുന്നത്. ശേഷം ഉദ്ഘാടന സമ്മേളനം അഭിമന്യരായ സയ്യിദ് സൈനുൽ ആബിദീൻ അൽ അഹിദുറുസി തങ്ങൾ ഏണിവളപ്പ് തങ്ങളുടെ പ്രാരംഭ പ്രാർത്ഥനയോടെ തുടക്കം കുറിക്കുന്ന പരിപാടിയിൽ നമ്മുടെ സ്വാഗത സംഘം കൺവീനർ നിസാം മുംബൈ സ്വാഗതം പറയുന്നു. സയ്യിദ് സൈനുൽ ആബിദീൻ അൽ ഹൈദറുസി ഏണിവളപ്പ്, കബീർ ഹിമ്മമി സഖാഫി ഗോളിയെടുക്ക, ഷിഹാബ് ഹിമ്മമി ഗോളിയെടുക്ക, നിസാം മുംബൈ കന്യപ്പാടി, സുബൈർ ഗോളിയെടുക്ക എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കെ സുരേന്ദ്രൻ നയിക്കുന്ന NDA കേരള പദയാത്രയ്ക്ക് കാസർഗോഡ് തുടക്കമായി. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഉദ്ഘാടനം ചെയ്തു. 27-ന് യാത്ര പാലക്കാട്ട് സമാപിക്കും. ഗവർണറെ SFIക്കാർ ആക്രമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന് കെ സുരേന്ദ്രൻ. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് കേരളം തിരിച്ചടി കൊടുത്തു തുടങ്ങിയതായും കെ സുരേന്ദ്രൻ. ഗവർണറെ കായികമായി ആക്രമിച്ച് വരുതിയിൽ കൊണ്ടുവരാനാണ് ശ്രമമെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ. കൊല്ലത്തെ സംഭവം പോലീസിന് മുൻകൂട്ടി അറിയാമായിരുന്നുവെന്നും മുരളീധരൻ. കുമ്പളയിൽ പോലീസ് പിന്തുടരുന്നതിനിടെ കാർ മറിഞ്ഞ് വിദ്യാർത്ഥി മുഹമ്മദ് ഫർഹാസ് മരിച്ച സംഭവം. 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കോടതി നരഹത്യക്ക് കേസെടുത്തു. കാഞ്ഞങ്ങാടിന്റെ മണ്ണിൽ കാൽപന്ത് കളിയുടെ ആവേശം നിറച്ച് കേബിൾ TV ഓപ്പറേറ്റർമാരുടെ സൗഹൃദ മത്സരം. COA ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിരുന്നു മത്സരം. കാസർഗോഡ് ചൌക്കിയിലെ വിശ്വനാഥിന്റെ കുടുംബം ഇനി കേരള ബാങ്ക് നിർമ്മിച്ചു നൽകിയ സ്നേഹ വീട്ടിൽ അന്തിയുറങ്ങും. വീടിന്റെ താക്കോൽദാനവും കുടുംബസഹായ ഫണ്ട് കൈമാറ്റവും നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.